ചേട്ടാ വൈഫാണേ. ഞങ്ങളിങ്ങോട്ട് നടന്നു വരണായിരുന്നു, അറിയാതെ സ്ലാബിന്റെ ഇടയിൽ കാല് പോയി. അതിങ്ങനെ വലിച്ചിട്ട് കിട്ടാൻ പറ്റണില്ല, എടുക്കാൻ പറ്റണില്ല. സ്ലാബിന്റെ ഇത് കുടുങ്ങിയോ? കുടുങ്ങിപ്പോയല്ലേ. ഓ, ഉള്ളിൽ എന്തോ കമ്പിയുണ്ട്, അതിങ്ങനെ വട്ടം നിക്കാണ്. അതൊന്ന് വലിച്ചെടുക്കാൻ വേണ്ടി. എന്തിനാ ഇതിന് കൊടുത്തിട്ട് കാല്? ഇട്ടതല്ല ചേട്ടാ, നടന്നു വന്നപ്പോ അറിയാതെ വീണതാണ്. ഇതില് പാമ്പൊക്കെ ഉണ്ട്. ഇല്ല പാമ്പുണ്ട്. ഇല്ല ഇല്ല, ഒന്നുമില്ല. നമുക്ക് പോകാം. പ്യാരിയേട്ടനില്ല, നീ സമാധാനപ്പെട്. ഒന്ന് വലിച്ചു നോക്കി. അപ്പൊ കാല് കീറണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനേ ഫയർഫോഴ്സ് വിളിക്കാം. അച്ഛൻ ഫയർഫോഴ്സിലാ? അച്ഛൻ ഫയർഫോഴ്സിലാ? വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട ചേട്ടാ, നമുക്ക് വലിച്ചെടുക്കാം. ഇത് എങ്ങനെയെങ്കിലും ആരെ അറിയിക്കണ്ട. ഞാൻ ഫോൺ കൊടുത്തില്ല. അതെ മൈദോ, അന്റെ ഫോൺ മേടിക്കാം. ആ കുട്ടിയുടെ കാലയിൽ കുടുങ്ങിയതേ. അതിനും കിട്ടിയില്ല. അത് കിട്ടിയിട്ടില്ല. എന്തിനാ ഫോൺ? എന്തിനാ ഫോണേ? ആ ഫയർഫോഴ്സിനെ വിളിക്കാം, അവര് വരട്ടെ. അത് കട്ട് ചെയ്യണം. നിങ്ങൾ എന്ത് വിവരക്കേടാണ് സത്യേട്ട പറയണത്? എന്തിനാ ഫയർഫോഴ്സിനെ വിളിക്കണത്? ഫയർഫോഴ്സിനെ വിളിച്ചു കൊടുത്താൽ അത് കട്ട് ചെയ്യാൻ പറ്റുന്നേ. ഫയർഫോഴ്സ് ആ ഹോണൊക്കെ മുഴക്കി വന്ന ആൾക്കാർ മുഴുവൻ വിവരം അറിയില്ലേ? ആളുകൾ അറിഞ്ഞോട്ടെ. അതിനെന്താണ്? ആൾക്കാർ വിവരം അറിഞ്ഞാൽ നാളെ ടിവിയില് വാർത്ത വരൂ. വന്നോട്ടോ, അതിനെന്താ പ്രശ്നം? അപ്പൊ നിങ്ങൾ ഇവിടുത്തെ മെമ്പർ അല്ലേ, വാർഡ് മെമ്പർ അല്ലേ? നിങ്ങൾക്കല്ല അതിന്റെ മോശം. നമ്മളെ പഞ്ചായത്തിലെ സ്ലാബിനുള്ള ഒരു പെൺകുട്ടിന്റെ കാല് കുടുങ്ങിയാൽ അത് എടുക്കാൻ പറ്റില്ല എന്ന് നാട് മുഴുവൻ അറിയിക്കാം. പിന്നെ നിങ്ങൾ നാണക്കേടാവൂലേ? അത് പറ്റില്ലല്ലേ? അത് പറ്റൂല. അപ്പൊ അത് വേണ്ട. നിങ്ങളെ കാല് വലിച്ചെടുക്കാൻ പറ്റുമോ? ശരി. അതല്ലേ? താങ്ക് യു കേട്ടോ. അതെ, ഹലോ. ഓക്കെ, ഫയർഫോഴ്സ് വരില്ല. ഫയർഫോഴ്സ് വേറെ പെരകത്തോടത്ത് പോയി. പെരകത്തിട്ട് അവിടേക്ക് പോയി. അതെ, പാലെടുക്കാൻ വിട്ടാണ്. പാലെടുക്കാൻ വിട്ടാണ്. നിങ്ങള് പോയില്ലേ? അതാ അനക്കല്ല, അത് സ്ലാബിന്ന് കിട്ടണില്ല. അത് ഏത് പാര കിട്ടിയാ? പാരെടുക്കാനല്ലേ ഇക്ക പോയത്? ഞാൻ പാരെടുക്കാൻ പോയതാണല്ലേ. പടച്ച റബ്ബേ, ഞാൻ അവിടെ ചെന്നപ്പോ ആ ചെക്കനോട് കണ്ണി കണ്ടൊക്കെ സംസാരിച്ച് ഞാൻ അത് മറന്നു. പാല് മേടിക്കാൻ മറന്നു പൊന്നാറ മോനെ. അത് ഞാൻ മറന്നുപോയി. ചെക്കൻ വന്നിട്ട് പോയോ? ഇല്ല, ഓന്റെ കാര്യമൊന്നും പറയണ്ട. അതാണ് അവൻ ചോദിച്ചിട്ട് വർത്താനം പറഞ്ഞ ആകെ ഇതായി. ഞാനെന്താ വന്ന സമയത്തൊന്ന് കണ്ടു. സ്ലാബ് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണല്ലോ. എന്താ കാട്ടില് പള്ളിയില് പോണ്ട മനുഷ്യനാണ്. അറിഞ്ഞിട്ടല്ലേ അതിൽ കൈയിട്ടപ്പോ ആയിപ്പോയ. കഴുകിത്തരാം. ഇതൊന്ന് ഒരു പാര ഒന്ന് മേടിച്ചതാ. ഇനി പാരം കൂടി ഇന്ന പാര വെച്ചിട്ട് നിങ്ങൾക്കില്ലേ വീട്ടില് അമ്മയും പെങ്ങന്മാർ? നോക്കട്ടെ, ഞാൻ മറന്നതാണ്. എവിടുന്ന പാരട്ട? പാരത് അവിടെ എങ്ങനെ വീട്ടിൽ നോക്കണം. അല്ല ഇപ്പൊ എന്താ ചെയ്യണത്? കുട്ടി ഒന്ന് എണീക്കാൻ പറ്റുമോ നോക്കാം. പൊക്കി നോക്കി. ഞാൻ കാല് വലിയ കാല് ഞാൻ നോക്കട്ടെ. ചേട്ടാ ഒന്ന് വലിച്ചു നോക്കാം, ഒന്ന് പിടിക്കട്ടോ. ഒന്ന് ഈ മൂലക്കൊന്ന് പിടിച്ചു നോക്കി. ഞാൻ ഇട്ടു എങ്ങാനെങ്കിലും ഞാൻ പോകണേ. ആളുകൾ ഇങ്ങനെ കണ്ണം ഒന്നും പറയണ്ട. അതെ, ഒരു കുട്ടിയുടെ കാലയിൽ കുടുങ്ങി. എവിടെ? അയ്യോ ചേട്ടാ, നടന്നു പോണേർന്ന്, അറിഞ്ഞില്ല. താഴെ അങ്ങോട്ട് കാല് പോയി. ഇപ്പൊ വലിച്ചിട്ട് കിട്ടണില്ല. അതിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് കാല് കീറിയിരിക്കും. കാല് കീറും. ചിലര് മരിക്കന്നെ ചെയ്യും. ഒരുപാട് അപകടങ്ങൾ ഇനി ഉണ്ടാവും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പഞ്ചായത്തിലെ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. ഇരിക്കണ ആരറിയോ? നമ്മുടെ പഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പറാണ്. ഇയാള് മുഖാന്തരാണ് കോൺട്രാക്ടറെ കണ്ടിട്ട് ഇത് കൊടുത്തത്. അപ്പൊ തന്നെ 8 ലക്ഷം രൂപയുടെ അഴിമതി നടത്തി പറഞ്ഞ് ഞാൻ കംപ്ലൈന്റ് ഉണ്ടാക്കി. ചേട്ടാ, അതൊക്കെ നിങ്ങളുടെ കാര്യമല്ല. പിന്നെ പറഞ്ഞു അല്ലാതെ അറിഞ്ഞിരിക്കണം. ഞാൻ അന്നേ പറഞ്ഞു ഈ സ്ലാബ് പണിയുമ്പോ ഇതില് മെറ്റലില്ല, സിമെന്റ് ഇല്ല, കമ്പിയില്ല. ഇതൊക്കെ പഞ്ചായത്തിൽ വന്നിട്ട് പ്രസംഗിക്കും പറഞ്ഞല്ലേ? ഈ ഒരു സന്ദർഭത്തിൽ പറയേണ്ട കാര്യം അത് മറക്കില്ലേ? ഞാൻ അപ്പൊ പുരോഗമനത്തിന് തുരങ്കം വെക്കണമെന്നാ ഞാനെന്നല്ലേ പറഞ്ഞു. അല്ലെങ്കിൽ പുരോഗമനത്തിന് തുരങ്കം വെക്കാൻ ഇത് കണ്ടില്ലേ? ഇപ്പൊ അനുഭവിച്ചേ. അത് അവരെ കാല് കൂടി അതിന് പാരക്കാളെ വിട്ടിട്ട് അവരോട് വരും. എന്താണ് കാണിച്ചത്? ഇതൊന്നും പൊക്കിയാ മതി. നോക്ക്, കണ്ടില്ല. ഞാൻ മീറ്റിങ്ങിന് പോവാണ്. അതെ മുണ്ടിലൊക്കെ അതെ മോനെ, കുട്ടിയെ 15 ഉറുപ്പ്യ കൊടുക്കണം പാരക്ക്. പാരക്കേ 15 ഉറുപ്പ്യ കൊടുക്കണം. എന്റെ നയാ പൈസ ഇല്ല. എന്താ വേണ്ടേ ചേട്ടാ? 15 150 ഞാൻ തരാം. 150 വേണ്ട, 15. എന്റെ പൊന്നാര കാക്ക, ആ പാരൊന്നും എടുത്തുണ്ടോ തരുവോ? എന്നോട് ചൂടാവണേ. ഞാൻ തട്ടിത്ത മാതിരി വന്ന് വീണേ. അറിയാതെ വന്ന് എന്താപ്പത്?
എന്താ ചങ്ങായി വന്നവരൊക്കെ പുള്ളിപ്പുള്ളിയുടെ മാതിരിയാക്കിയത് എന്ത് കാട്ടുന്നത്? അപ്പൊ ഭാര്യ ഇങ്ങനെ വീണന്റെ ഒരു വിഷമം കൊണ്ടല്ലേ നിങ്ങൾ അത് എന്റെ പണ്ടാരയിലാണ് നമ്മുടെ നാട്ടിൽ വന്നാലേ നിങ്ങളെ പാരെടുത്തിട്ട് പൈസ അത് ഓൻ പറയണ 15 എന്റെ പൊന്നു ചേട്ടാ ഞാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രായച്ചിത്തെ കാല് മേത്ത് ചെലവാക്കരുത്. ഇക്ക് ചെല്ല്. അതെ എന്റെ കയ്യിൽ കായില്ല, ഞാനത് മേടിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ കാലെടുത്ത് പോവരുത് ഇവിടുന്ന് കേട്ടാ. അത് കൊണ്ടുവരുമ്പോ നിങ്ങൾ കാലം കൊണ്ട് പോരുത്. ഞാൻ അവിടെ നോക്കി ഞാൻ നോക്കാം ആരാ അതാക്കി വണ്ടി ഇവിടെ വെച്ചത്? ഇത് വലിയ ബഹളനഗര് കാര്യല്ലോ മോനെ, വലിയ ബഹളനഗര് കാര്യല്ലോ. ഞാനൊരു മീറ്റിങ്ങിന് പോണ ആളാണ്. ഒരു മീറ്റിങ്ങിന് ഇങ്ങനെ പോകാൻ പറ്റുമോ? ഷർട്ട് മേടിച്ചു തരാം സാറേ. കാലയിൽ കുടുങ്ങി. എന്താ സംഭവം? കാലയിൽ കുടിക്കേണ്ട ഈ കാലം കുടുങ്ങിയിട്ട് നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലേ? അതാ ഞാൻ പറയുന്നത്, മെമ്പർ നോക്കിക്കൊണ്ടിരിക്കാന്നല്ലാണ്ട് രക്ഷിക്കാനുള്ള ഒരു വഴി നോക്കില്ല. അതല്ലാന്ന് ഇത് ആൾക്കാരെ അറിയിക്കണ്ടേ? നിങ്ങളൊക്കെ എന്ത് ആൾക്കാരാണ്? ആളുകളെ അറിയിക്കണ്ട ചേട്ടാ, ആളുകളെ നമ്മള് 4 പേരെ പിടിച്ചൊന്ന് ഹലോ ഗൈസ് ഓൺ സ്പോട്ട് മന്മഥൻ ഇപ്പൊ ലൈവ് വന്നേക്കണത് അത് വേണ്ടത്. വളരെ കരളലിയിക്കണ ഒരു കാഴ്ച അതൊന്നും വേണ്ട നിങ്ങളെ ചേട്ടാ. കാണിക്കാൻ വേണ്ടിട്ടാണ്. നോക്കിയാ ആൾക്കാരറിയട്ടെ. ഞാനിപ്പൊ നിക്കണ സ്ഥലത്ത് സ്ലാബ് പൊട്ടിയിട്ട് ഒരു ചേച്ചിയുടെ കാല് ഈ ഓടയിൽ വീണക്കണാണ്. അപ്പൊ ചേച്ചി നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണക്കാരാരാണ്? ഇത് പഞ്ചായത്ത് അധികൃതരാണ്, അവരുടെ അനാസ്ഥയാണ്. അപ്പൊ ഇത് കാണുന്നവർ നിങ്ങളെ പ്രതിഷേധം ഇതിലൂടെ കമന്റ് ആയിട്ട് അറിയിക്കണം. ഏട്ടാ നമ്മളെ പാവം ചേച്ചിനെ ഇവിടെ നിലവിളിക്കണേ. ഞാൻ ആ ചേച്ചിനെ നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇതാണ് പഞ്ചായത്തിന്റെ മെമ്പർ. ഈ മെമ്പറാണ് നിൽക്കുന്നത്. ഈ മെമ്പറുടെ കൺമുമ്പിലാണ് ഇത് നടക്കുന്നത്. ചേച്ചിനെ നോക്ക് നിങ്ങൾ. ഈ ചേട്ടൻ ഭർത്താവ് ചേട്ടൻ പരമാവധി ശ്രമം നടത്തുന്നുണ്ട് അത് എടുക്കാനായിട്ട്, പക്ഷെ കഴിയുന്നില്ല. നിങ്ങൾ കമന്റുകൾ അയക്കും, നിങ്ങൾ പ്രതിഷേധം കമന്റ് ആയിട്ട് അയക്കും. അതേ വന്നിക്കണ്. ആ ചേച്ചി വിഷമമുണ്ടെന്നത്, വിഷമമുണ്ട് ചേച്ചിയുടെ ഈ അവസ്ഥയിൽ കൂടെ ഉണ്ടെന്ന്. ഓ സോ സാഡ്. അതെ ഒന്ന് കാണിക്കട്ടെ, ഒന്ന് കാണിക്കട്ടെ. വെച്ചിട്ട് പോളാ പന്നി അതിനെ കാലെടുക്കാൻ. അതെ ഇത് നിങ്ങളെ വിഷമങ്ങൾ അറിയിക്കും. അല്ലത് കാണിക്കണേ. എന്താ മറിഞ്ഞ കാല് കാണണം, കാല് കാണണം. ഒന്നും മാറി കാല് കാണണം. ഇതാണ് കാല്. ഈ ചേച്ചിന്റെ കരച്ചില് കണ്ട നിങ്ങൾക്ക് കമന്റ് പ്രാർത്ഥിക്കാന്ന്. ചേച്ചി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കമന്റ് വന്നിരിക്കണാണ്. എടോ മന്മഥ, ഈ ഇരിക്കണത് എന്റെ മോളാണ്, അവളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവളെ കൂടെ കൊണ്ടുവന്ന പന്നീര് മുഖം ഒന്ന് കാണിക്കാൻ പോകുന്നു. ഇതിലെന്താ നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കേനി? എന്ത് നാണക്കേടാന്ന്. ഓൻ ആ യൂട്യൂബ് ചാനലിലുള്ള നാടായ നാട് മുഴുവൻ ഈ വിവരം അറിയൂ. അറിയട്ടെ. അറിഞ്ഞിക്കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്തിൽ നാണക്കേട് നിങ്ങൾക്കാണ്. നിങ്ങൾ വാർഡ് മെമ്പർ അല്ലേ? ഓരോടെ പോയി ബ്ലോക്ക് ചെയ്യാൻ പറയാത്. അത് കാണിക്കില്ല. പഞ്ചായത്ത് മെമ്പർ കയറക്കണം എന്റെ അടുത്ത്. ഈ 3 ദിവസം കാണിച്ചിട്ട് നിങ്ങളുടെ പിടിപ്പ് കേടാണ്. അല്ല എന്റെ മുണ്ടിലൊക്കെ ചളിയുള്ളൂ, അതാണ് നന്നായി വന്ന് അമർത്തി നല്ല പറ്റുള്ളൂ. പറ്റാത്ത പണിക്കണം. മെമ്പർ ഒന്ന് സഹായിക്കും. ഞാൻ മെമ്പറല്ലേ? നിങ്ങൾക്ക് 10-20 വയസ്സായ എന്നോടാ പറഞ്ഞിട്ട്